ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചപ്പോൾ യേശു മറുപടി നൽകുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും അതിന് തുല്യമാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിലാണ് എല്ലാ നിയമങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നത് എന്ന് യേശു വ്യക്തമാക്കുന്നു. ഈ വചനം മാതാവായ മറിയത്തിന്റെ രാജ്ഞിപ്പട്ട തിരുനാളുമായി താരതമ്യം ചെയ്യുമ്പോൾ മറിയം ഈ രണ്ട് കൽപ്പനകളും പൂർണ്ണമായി അനുസരിച്ച വ്യക്തിയായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തോടുള്ള പൂർണ്ണമായ സ്നേഹം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതിലൂടെയും ദൈവത്തെ പ്രകീർത്തിച്ച് പാടിയ മഗ്നിഫിക്കാറ്റിലൂടെയും വെളിപ്പെടുന്നു. തന്റെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് മറിയം ദൈവസ്നേഹത്തിന്റെ പൂർണ്ണമായ മാതൃക കാട്ടിത്തന്നു. അയൽക്കാരനെ സ്നേഹിക്കുന്നതിൽ മറിയം നമുക്ക് വലിയ മാതൃകയാണ്. എലിസബത്തിനെ സന്ദർശിച്ചതും കാനായിലെ കല്യാണ വിരുന്നിൽ മറ്റുള്ളവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് യേശുവിനോട് അപേക്ഷിച്ചതും ഇതിനുദാഹരണങ്ങളാണ്. ഈ തിരുനാൾ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ മാതൃക കാട്ടിയ മറിയത്തെ രാജ്ഞിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് പ്രധാന തൂണുകളായ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തുന്നു.